ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് ആക്ച്വലി രക്ഷാബന്ധനാണ്. ഈ രക്ഷാബന്ധൻ എന്താണ്, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഒരു ബ്ലോഗ് ചെയ്യുന്നത്. രക്ഷാബന്ധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹോദരന്മാരുടെ കൈകളിൽ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സിൽക്ക് കൊണ്ടുള്ള ഒരു നൂല്, എന്തുകൊണ്ടൊരു നൂല് കിട്ടുന്നു എന്നുള്ളതാണ് ഈ രക്ഷാബന്ധൻ എന്ന് പറഞ്ഞാൽ. അത് കെട്ടിക്കഴിഞ്ഞാൽ ആ സഹോദരിമാരെ എന്ത് ആപത്തിൽ നിന്നും രക്ഷിക്കണമെന്നുള്ളതാണ്. അതൊരു പ്രതിജ്ഞയാണ്. ഈ രക്ഷാബന്ധൻ ആദ്യമേ തുടങ്ങിയത് മഹാഭാരത കഥയുടെ സമയത്താണ്. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ്റെ കയ്യ് ഇങ്ങനെ സുദർശന ചക്രം കൊണ്ട് മുറിഞ്ഞപ്പോൾ ദ്രൗപദി എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെ പത്നി, അത് കൃഷ്ണനൊരു സഹോദരിയെ പോലെയായിരുന്നു. അപ്പം ദ്രൗപദി നമ്മൾ ഉടുത്തിരുന്ന സാരി വലിച്ചു കീറി ആ മുറിവ് വെച്ച് കെട്ടി. അപ്പം കൃഷ്ണൻ ദ്രൗപദിയെ രക്ഷിക്കാമെന്നുള്ള, ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കാമെന്നുള്ള വാഗ്ദാനവും കൊടുത്തു. അങ്ങനെ കൃഷ്ണ ഭഗവാന് വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദിയെ രക്ഷിച്ച കഥയൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ആങ്ങളമാരുടെ രക്ഷയ്ക്ക് വേണ്ടി ആക്ച്വലി ഇവർ വ്രതം നോക്കിയിട്ടാണ്, നാഗപഞ്ചമിയുടെ ദിവസം ഇവർ സഹോദരിമാരെ വ്രതം നോക്കിയിട്ടാണ് ഇങ്ങനെ സഹോദരന്മാരുടെ കയ്യിൽ ഇത് കിട്ടുന്നത്, രാഖി കിട്ടുന്നത്. ആ രാഖി അവരുടെ പ്രാർത്ഥനയാണ് സഹോദരന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത്. ഈ രാഖിയെപ്പറ്റി ഒരു വേദനിപ്പിക്കുന്ന കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കഥയോടുണ്ട്. റാണി കുമാവതി ചിറ്റോറിലെ റാണിയായിരുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ച് വിഡോയായിരുന്നു, ഒരു മകനും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ബഹദൂർ ഷാ ആക്രമിച്ചു അവരുടെ രാജ്യത്തെ. റാണി കഴിയുന്നത് പോലെ എതിർത്ത് നോക്കി. എന്നിട്ടും റാണിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നിയ ഒരു സമയത്ത് റാണി ഒരു രാഖി ഹുമയൂണിന് കൊടുത്തു വിട്ടു, ഹുമയൂൺ ചക്രവർത്തിക്ക്. ഹുമയൂൺ ചക്രവർത്തി ആ രാഖി കിട്ടിയപ്പോൾ കുമാവതി രാജ്ഞിയെ രക്ഷിക്കാൻ വേണ്ടി പടയോടുകൂടി ഇവിടെ എത്തിയ സമയത്ത് അവർക്ക് വഴിയിൽ കുറച്ച് തടസ്സം നേരിട്ടു. അപ്പോൾ ഹുമയൂൺ മഹാരാജാവ് ചക്രവർത്തി എത്തിയപ്പോഴത്തേക്ക് ഈ രാജ്യം ബഹദൂർ ഷാ സഫർ അത് പിടിച്ചെടുത്തു. അപ്പോൾ ഈ റാണി നമ്മുടെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെ അവർ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റാണിയും അവിടെയുള്ള എല്ലാ സ്ത്രീകളും കൂടെ ഇങ്ങനെ സതി അർപ്പിച്ചു. അവരെല്ലാം കൂടെ തീ കൂട്ടി അതിലേക്ക് ചാടി. ഈ ഹുമയൂൺ ചക്രവർത്തി വരുമ്പോഴതാണ് കാണുന്നത്. അത് അദ്ദേഹത്തിന് വളരെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. അപ്പം ഇത് രാഖി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാരെ നമ്മൾ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതിനുള്ള പ്രതിജ്ഞയാണ്. അതുപോലെ തന്നെ ഈ സഹോദരിമാർക്ക് ഈ രാഖി കിട്ടുമ്പോൾ സഹോദരന്മാർ ഗിഫ്റ്റൊക്കെ കൊടുക്കും. അവർ പരസ്പരം ഗിഫ്റ്റ് ഷെയർ ചെയ്യും. അപ്പം ഇതാണ് രാഖിയുടെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു രക്ഷാബന്ധൻ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.